നമസ്കാരം. പ്രധാന വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajman. ഷാർജ സാഹിത്യോത്സവം ആദ്യ പതിപ്പിന് പ്രൗഢ തുടക്കം. ഷാർജ ബുക്ക് അതോറിറ്റി ചെയർപേഴ്സണും എമിറേറ്റ്സ് പബ്ലിഷേഴ്സ് അസോസിയേഷൻ ഹോണറി പ്രസിഡന്റുമായ ഷെയ്ഖ് ബുദൂർ ബിൻ സുൽത്താൻ അൽ ഖാസ്മി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ UAE സംഘത്തെ ദുബായ് കൾച്ചർ അധ്യക്ഷ ഷെയ്ഖ ലത്തീഫ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നയിക്കും. ഒമാനിൽ നിന്നും സാമ്പത്തിക മന്ത്രി ഡോക്ടർ സെയ്ദ് മുഹമ്മദ് അൽ സാഖ്രി, ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി, സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ എന്നിവരാണ് മറ്റു GCC രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. സുരക്ഷിത നഗരമായി അബുദാബി 9ാം തവണയും നേട്ടം കൈവരിച്ചു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമെന്ന പദവി 9ാം വർഷവും അബുദാബിക്ക്. ഓൺലൈൻ ഡേറ്റാബേസ് കമ്പനിയായ നബിയോയുടെ 2025 റാങ്കിങ്ങിൽ 382 ആഗോള നഗരങ്ങളുടെ പട്ടികയിലാണ് അബുദാബി ഒന്നാമതെത്തിയത്. ഉരുൾപൊട്ടലിൽ ഇതുവരെ തിരിച്ചറിയാത്തത് 32 പേരെ പട്ടിക അംഗീകരിച്ചു. ആനുകൂല്യങ്ങൾ ബന്ധുക്കൾക്ക് ലഭിക്കും. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട് കാണാതായവരുടെ പട്ടിക അംഗീകരിച്ചു. ഇതുവരെയും തിരിച്ചറിയാത്ത 32 പേരുടെ പട്ടികയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. അബുദാബി റോഡുകളിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം. അബുദാബിയിൽ തിരക്കേറിയ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ റോഡുകളിൽ ഇറക്കുന്നതിന് വിലക്കേർപ്പെടുത്തി അബുദാബി മൊബിലിറ്റി. ജനുവരി 27 മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക. ഗതാഗതം സുഗമമാക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി. ജലവിതരണ ശൃംഖല. കൽബയിൽ വൻ പദ്ധതിക്ക് തുടക്കമിട്ട് സേവ. കൽബയിൽ ജലവിതരണ പൈപ്പ് ലൈൻ ശൃംഖല വ്യാപിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട് ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ ആൻഡ് ഗ്യാസ് അതോറിറ്റി. 10.8 കോടി ദിർഹമാണ് ആകെ ചിലവ്. കൽബ വ്യവസായ മേഖല, അൽ ബുഹൈറ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൈപ്പ് ലൈൻ ശൃംഖല വ്യാപിപ്പിക്കുന്നതിനും ജബൽ അൽ അദീം പദ്ധതിക്കുമായാണ് 10.8 കോടി ചെലവ് വരുന്നത്. 2ാം അന്താരാഷ്ട്ര ഓർത്തോപീഡിക് കോൺഗ്രസ് ഫുജൈറയിൽ സമാപിച്ചു. എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസിന് കീഴിലുള്ള ഫുജൈറ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച 2ാമത്തെ അന്താരാഷ്ട്ര ഓർത്തോപീഡിക് കോൺഗ്രസ് ചൊവ്വാഴ്ച സമാപിച്ചു. ഫുജൈറ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ ഖദീം അസ്ഥിരോഗ വിദഗ്ധർക്കിടയിൽ പ്രൊഫഷണൽ വികസനത്തിനും ശാസ്ത്രീയ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വേദി എന്ന നിലയിൽ കോൺഫറൻസിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. UGC കരട് വിജ്ഞാപനം വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാനുള്ള നീക്കം പ്രമേയം പാസാക്കി കേരള നിയമസഭ. UGC കരട് വിജ്ഞാപനത്തിന്റെ ഏകഖണ്ഡമായി പ്രമേയം പാസാക്കി കേരള നിയമസഭ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരുകളെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെയും UGCയുടെയും സമീപനം ജനാധിപത്യ വിരുദ്ധവും തിരുത്തപ്പെടേണ്ടതുമാണെന്ന് മുഖ്യമന്ത്രി പ്രമേയത്തിലൂടെ പറഞ്ഞു. അബ്ദുള്ള ബിൻ സായിദ് 2025 വിദ്യാഭ്യാസം, മാനവവിഭവശേഷി എന്നിവയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷനായി. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും വിദ്യാഭ്യാസ, മാനവ വിഭവശേഷി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ 2025 കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്തമായ എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച വെബ് സീരീസിനുള്ള ബഹുമതി ശ്രീ പോൾസൺ പാവർട്ടിയുടെ ബബിൾഗം ദുബായ് ടീം കരസ്ഥമാക്കി. 2025 ജനുവരി 18 ശനിയാഴ്ച വൈകിട്ട് ദുബായ് ആസ്ഥാനമായ എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ബബിൾഗം ദുബായ് വെബ് സീരീസിന്റെ അമരക്കാരനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ പോൾസൺ പാവർട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. 11ാമത് എമിറേറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ചൂടേറിയ മത്സരത്തിൽ 30 രാജ്യങ്ങളിൽ നിന്നായി 500-ൽ പരം ഹ്രസ്വചിത്രങ്ങൾ പങ്കെടുത്തിരുന്നു. തുർക്കിയിലെ സ്കീ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 10 പേർ മരിച്ചു, 32 പേർക്ക് പരിക്കേറ്റു. വടക്കൻ തുർക്കിയിലെ കാർട്ടാൽക്കായ സ്കീ റിസോർട്ടിലെ ഒരു ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 10 പേർ മരിക്കുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക അധികാരികൾ ചൊവ്വാഴ്ച അറിയിച്ചു. 40 വർഷത്തെ പ്രവാസ ജീവിതം. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി അന്തരിച്ചു. പ്രവാസി മലയാളി ഖത്തറിൽ നിര്യാതനായി. കൊയിലാണ്ടി നന്ദി 20ാം മൈൽ സ്വദേശി പുതുക്കുടി വയൽ ഇസ്മയിലാണ് തിങ്കളാഴ്ച ദോഹയിൽ മരിച്ചത്. 62 വയസ്സായിരുന്നു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക്.
വിശ്വം കീഴടക്കി വനിതകൾ. പ്രഥമ ഖോ-ഖോ ലോകകപ്പ് സ്വന്തമാക്കി ഇന്ത്യ. നേപ്പാളിനെ കീഴടക്കി ഇന്ത്യൻ ടീമുകൾക്ക് കിരീടം. ചരിത്ര നേട്ടം. പ്രഥമ വനിതാ ഖോ-ഖോ ലോകകപ്പ് സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ നേപ്പാളിനെ 78-40 പരാജയപ്പെടുത്തി ആധികാരികമായാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. യാനിക് സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ ക്വാർട്ടറിൽ. വനിതകളിൽ ഇഗ സ്വാത്തക്കിന് മുന്നേറ്റം. അറേബ്യൻ കുതിരയോട്ടത്തിന് നാളെ അബുദാബിയിൽ തുടക്കമാകും. ലിവ സ്പോർട്സ് ക്ലബ് 5ാമത് അറേബ്യൻ കുതിരപ്പന്തയം ബുധനാഴ്ച അൽ ദഫ്രയിലെ സായിദ് സിറ്റി റേസ് ട്രാക്കിൽ നടത്തും. 1400 മീറ്ററിൽ 2 റൗണ്ടുകളാണ് ഈവന്റിന്റെ സവിശേഷത. അണ്ടർ-19 വനിതാ ലോകകപ്പിൽ മലേഷ്യ 31 ഓൾ ഔട്ട്. ടോപ്പ് സ്കോറർ എക്സ്ട്രാറ്റ് 2.5 ഓവറിൽ കളി തീർത്തി ഇന്ത്യ. ഓസ്ട്രേലിയൻ ഓപ്പൺ ക്വാർട്ടർ ഫൈനലിൽ ജോക്കോവിച്ച് അൽക്കാരസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൽ ബൊപ്പണ്ണ സാങ്സ് സഖ്യത്തിന് തോൽവി. യുഎസിന്റെ കൊക്കോ ഗോൾഫ് ഓസ്ട്രേലിയൻ ഓപ്പൺ ക്വാർട്ടറിൽ വീണു. സ്പാനിഷ് താരം സെമിയിൽ. ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuman.